വെച്ചാല് നമ്മള് 5 ടെസ്റ്റുകൾ വിശദമായിട്ട് ചർച്ച ചെയ്ത് പോവാം. ഓക്കെ, തീർച്ചയായും. അപ്പൊ അതില് മെമ്മറി എക്സ്പെരിമെന്റ് ടെസ്റ്റ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പിന്നെ ബാക്കി 4 ടെസ്റ്റുകൾ ഓരോ ദിവസമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായും. ഏറ്റവും എളുപ്പമുള്ള ടെസ്റ്റ് ആണ് മെമ്മറി എക്സ്പെരിമെന്റ് ടെസ്റ്റ്. അതെ, ഇത് നോക്കാം നമുക്ക്. ഇത് റെക്കോർഡ് ചെയ്യണ്ടോ ആരെങ്കിലും? ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല തന്നെ. മുസദ്ദിഖ നിങ്ങൾ ചെയ്യോ? റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? മുസദ്ദിഖ് ലൈനിലുണ്ടോ? ഫുഹാദിനെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ല. മുസദ്ദിഖ് തയ്യാറുണ്ടായിരുന്നു. മുസദ്ദിഖ് ലൈനില് ഉണ്ട്, പക്ഷെ അവന് പോയി. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഏതായാലും നിങ്ങൾ കട്ട് ചെയ്തോ. നമുക്ക് ഇന്നത്തെ ഇങ്ങനെ പോട്ടെ, നമുക്ക് അടുത്തതിൽ എന്ത് ചെയ്യാം, സെറ്റ് ആക്കാം. ഇതൊരു ടെസ്റ്റ് വേർഷൻ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഇതിന്റെ PPT ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ആവശ്യം ഉണ്ടെങ്കിൽ നോക്കാലോ. ഓക്കെ, ഇതില് ഇമ്മീഡിയറ്റ് മെമ്മറി ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഇതിന്റെ എയിം അല്ലേ? ഒരു മിനിറ്റ്. വർക്കിംഗ് കുറെ കാലമായി ലാപ്പൊക്കെ എടുത്തു നോക്കിട്ടെ, അപ്പൊ അതിന്റെ പ്രശ്നങ്ങളാണ്. വാര്യം കുറിയൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ? യെസ്, ഓക്കെ. പറഞ്ഞു. അതില് പേന യൂസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ഇത് വർക്ക് ആവുന്നില്ല. ഇവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് മെമ്മറി ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇതില് നമ്മള് നേരത്തെ ഒരു ഡിജിറ്റ് മെമ്മറി ടെസ്റ്റ് ഒരു പേപ്പർ ഉണ്ട്, അതിന്റെ പേരെന്തെങ്കിലും അന്ന് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടില്ലേ? ഇതാണത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മെമ്മറി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി, കാരണം നേരത്തെ നമ്മൾ അറേഞ്ച് ചെയ്ത ഒക്കെ സിസ്റ്റം ഒക്കെ മാറിപ്പോയി. അപ്പൊ അതുകൊണ്ടുള്ള ചെറിയൊരു ഇതാണ്. പ്രശ്നങ്ങള് സാവധാനം മെല്ലെ മെല്ലെ. ഇന്ന് ഫുൾ ആയിട്ടെങ്കിലും കുഴപ്പമില്ല, ഇന്ന് പകുതി ആയാലും പ്രശ്നമില്ല. സ്റ്റാർട്ടിങ് അല്ലേ? ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ടെസ്റ്റേ ഉള്ളൂ. പെട്ടെന്ന് ശരിക്കും 20 മിനിറ്റ് മതി ഇത് ഡിസ്കസ് ചെയ്യാൻ. ഇത് നമ്മള് ഈ മെത്തേഡ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. ഇതിനാണ് ഡിജിറ്റ് സ്പാൻ ടെസ്റ്റ് എന്ന് പറയാം. ഇത് മറ്റൊരുപാട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. സാധാരണ ഒരുപാട് ടെസ്റ്റുകൾ ഒന്നിച്ച് യൂസ് ചെയ്യാൻ നമ്മള് കൗൺസിലിംഗ് ഒക്കെ MSc ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ ഒന്നിലധികം മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ മെമ്മറി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇമ്മീഡിയറ്റ് മെമ്മറി, 3 തരത്തിലുള്ള മെമ്മറി ഉണ്ടല്ലോ. 3 തരത്തിലുള്ള മെമ്മറിയിൽ ഇമ്മീഡിയറ്റ് മെമ്മറി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഓക്കെ, കോഗ്നേറ്റീവ് പ്രോസസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും, ഇൻഫോർമേഷൻ എൻകോഡ് ചെയ്യും, സ്റ്റോർ ചെയ്യും, അതുപോലെ റിട്രീവ് ചെയ്യും. അതാണ് മെമ്മറിയുടെ ജോലി. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഓടിച്ചു പോവാന്നുള്ളൂ. മെമ്മറി സിമ്പിൾ ആയിട്ടുള്ള ടാസ്കും അതേപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയി ഒരുപാട് ഫങ്ഷൻസും ചെയ്യുന്നുണ്ട്. 3 തരത്തിലുള്ള മെമ്മറി ഉണ്ട്. ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്, സെൻസറി മെമ്മറി ഉണ്ട്, ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്, ലോങ് ടൈം മെമ്മറി ഉണ്ട്. ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ചെയ്തു വെച്ചതാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്തല്ല. ഷോർട്ട് ടൈം മെമ്മറി, സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാല് നമ്മളെ ഒറിജിനൽ സെൻസറി ഫോമിൽ തന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിക്കാണ് എന്ത് പറയാം, സെൻസറി മെമ്മറി എന്ന് പറയാം. അതായത് വിഷ്വലോ ഓഡിറ്ററി ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാണുക, കേൾക്കുക, ടച്ച് ചെയ്യുക, സ്മെല്ല് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സെക്കൻഡ്, ഒരു സെക്കൻഡിലും കുറഞ്ഞ സമയം എന്ത് ചെയ്യും, അത് സ്റ്റോർ ചെയ്ത് വെക്കും. അതിനാണ് എന്ത് പറയാം, സെൻസറി മെമ്മറി എന്ന് പറയാം. ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ്. എന്തെങ്കിലും ഫംഗ്ഷൻ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അതായത് ഈ രീതിയിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. യെസ്. പിന്നെ ഷോർട്ട് ടൈം മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറിക്ക് വർക്കിംഗ് മെമ്മറി എന്നും പറയാറുണ്ട്. ഇത് ഏകദേശം 30 സെക്കൻഡ് ആണ് ഈ എന്ത് ചെയ്യുന്നത്, ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ സമയത്തിന്റെ ഉള്ളിൽ ഒന്നെങ്കിൽ റിഹേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ എൻകോഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ലൂസ് ആയി പോകും. പിന്നെ അടുത്ത മെമ്മറിയാണ് ലോങ് ടൈം മെമ്മറി. ലോങ് ടൈം മെമ്മറി ലോങ് ടൈമിൽ
ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ്. ഓക്കെ, അപ്പൊ ഇതില് മെമ്മറിയുടെ ഫീച്ചേഴ്സ് ഒക്കെയാണ് പറയുന്നത്. ഇത് നമ്മള് ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇൻട്രൊഡക്ഷന്റെ ഭാഗത്ത് നമ്മൾ എഴുതി വെച്ച വിവരങ്ങളാണ്. അത് ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്തേ ഉള്ളൂ. എൻകോഡ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, റിട്രീവ് ചെയ്യുക, ഫോർഗെറ്റിംഗ്, ആക്യുറസി ആൻഡ് ഫിഡിലിറ്റി, കൃത്യത, കപ്പാസിറ്റി, ഇതൊക്കെ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇതിൽ പറയുന്നത്. ജസ്റ്റ് ഓടിച്ചു പോവാണ്, കാരണം എന്താന്ന് വെച്ചാൽ എങ്കിലേ 8:30 ചെറിയൊരു പരിപാടി ഉണ്ട്. ആയിക്കോട്ടെ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മള് കുഴപ്പമില്ല. ഇന്ന് പറഞ്ഞിട്ട് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, പ്രശ്നമല്ല. ബാക്കി ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ടെസ്റ്റ് ശരിക്കും ഡിസ്കസ് ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ ഇൻട്രൊഡക്ഷൻ ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ പിന്നെ ജസ്റ്റ് ഇതൊന്ന് ഓടിച്ചു പോയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ഡിജിറ്റ് സ്പാൻ ടെസ്റ്റ്, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഒന്ന് നമുക്ക് ഇൻഡിവിജ്വൽസിന്റെ കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ഓരോ ആളുകളുടെ കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഫോർവേഡിലും ബാക്ക്വേർഡ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇത് ടെസ്റ്റ് ചെയ്യുന്നതോടുകൂടി വ്യത്യസ്ത ഇൻസൈറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സ്റ്റാൻഡർഡൈസേഷന് സഹായിക്കുന്നുണ്ട്. ക്ലിനിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വ്യത്യസ്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് കോറിലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഓക്കെ, അതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചിത്രം വരച്ചതാണ്. ഇൻഫോർമേഷൻ എന്ത് ചെയ്യും, ആദ്യം സെൻസറി മെമ്മറിയിലേക്ക് വരും, പിന്നെ വർക്കിംഗ് മെമ്മറിയിലേക്ക് വരും, പിന്നെ അത് ലോങ് ടേം മെമ്മറിയിലേക്ക് വരും. ഈ സെൻസറി മെമ്മറിയിലേക്ക് വന്ന എല്ലാ വിവരങ്ങളും വർക്കിംഗ് മെമ്മറിയിലേക്ക് വരുന്നില്ല. പല ഭാഗങ്ങളും എന്ത് ചെയ്യും, മറന്നുപോകും. പിന്നെ അതിൽ ബാക്കി വന്ന ഭാഗങ്ങളാണ് എന്ത് ചെയ്യുക, വർക്കിംഗ് മെമ്മറിയിലേക്ക് വരിക. വർക്കിംഗ് മെമ്മറിയിലേക്ക് വന്ന ഭാഗങ്ങളിൽ എൻകോഡ് ചെയ്യപ്പെട്ടതും റിഹേഴ്സൽ ചെയ്യപ്പെട്ടതുമായ കാര്യങ്ങൾ ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകും. അല്ലാത്തവ മറന്നുപോവുക ചെയ്യാം. ഈ എൻകോഡ് ചെയ്യപ്പെട്ട വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചെടുക്കാൻ പറ്റും. അതാണ് ഈ ലോങ് ടൈം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെട്ട വിവരങ്ങൾ. എൻകോഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എൻകോഡ് ചെയ്യാന്ന് പറഞ്ഞാല് ഇത് നമ്മള് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണല്ലോ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇത് മെമ്മറിയിൽ എന്ത് ചെയ്യാം, ഇത് മെമ്മറിക്ക് അനുയോജ്യമായ രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അതിനാണ് എന്താ പറയാ, എൻകോഡിംഗ് എന്ന് പറയാം. ഇപ്പൊ നമ്മള് മനുഷ്യന്റെ ലാംഗ്വേജ് അതെ, ഇപ്പൊ 0 1 കോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യൂലേ. അതേപോലെ തന്നെ നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്ന ഇൻഫോർമേഷൻസ് എൻകോഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതിനുശേഷമാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. അതിന് കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല. ഇങ്ങനെ കൺവേർട്ട് ചെയ്യണതിനാണ് എൻകോഡ് ചെയ്യാന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. കൂടുതൽ നോക്കിയിട്ട് വേണ്ടി വരും. അതായത് നമ്മളെ ഈ വർക്കിംഗ് ഉള്ള സാധനം എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ച് ഒന്നുകിൽ എൻകോഡ് ചെയ്യാം, അല്ലെങ്കിൽ ആവർത്തിക്കാം. ഇങ്ങനെയുള്ള എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചാൽ മാത്രമേ അത് ലോങ് ടേം ആയിട്ട് നിൽക്കുക സാധനം. അതാണ് അല്ലാതെ അത് ലൂസായി വരും. ഇപ്പൊ ഹിഫ്ല് കുറേ പ്രാവശ്യം 10ഉം 15ഉം പ്രാവശ്യം ദൗറ ചെയ്യുമ്പോ ആളെ നിൽക്കുന്നുള്ളൂ. അതെ 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 അങ്ങനെ. ഓക്കെ, അപ്പൊ അത് ഇനി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ്. ഇനി നമുക്ക് ടെസ്റ്റ് നോക്കാം അല്ലെ. അതിന് ടെസ്റ്റിന് ആവശ്യമായ കാര്യങ്ങൾ, ഒന്ന് നമ്പർ ഓഫ് ഷീറ്റ്സ്. അതായത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റ കളക്ട് ചെയ്യാൻ ഒന്നാമത് ഈ ഷീറ്റ് ആവശ്യമാണ്. അടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊക്കെയുള്ള ഷീറ്റുകൾ, പിന്നെ ഫർണിച്ചർ വേണം, പിന്നെ സെറ്റിങ്സ്, പേപ്പർ, പെൻസില്, സബ്ജക്റ്റ് വേണം, പിന്നെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വേണം, പിന്നെ അതുപോലെ നോം ഷീറ്റും വേണം. നോം ഷീറ്റ് എന്ന് പറഞ്ഞാല് അതിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാവും. എങ്ങനെയാണ് ഇതിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്, അതാണ് നോം ഷീറ്റിൽ വരിക. ഈ കാര്യങ്ങൾ, അതായത് 4 കുറവാണെങ്കിൽ ബിലോ മെമ്മറി സ്പാൻ ആയിരിക്കും, 4 to 7 എബോവ് 7, ഇതൊക്കെ അതിൽ വരും. ഇങ്ങനെയുള്ള നിയമവുമായി ബന്ധം എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് പറയാവോ? അതിന്റെ ആ ഫസ്റ്റത്തെ സ്റ്റെപ്പ് പറയാവോ? ആദ്യത്തെ കഴിഞ്ഞത്തെ തൊട്ട് മുമ്പിലത്തെ ഒന്ന് നമ്പർ
അല്ലേ? നമ്പർ ഓഫ് ഷീറ്റ്സ്. ആ ഇതില് ഫസ്റ്റ് വേണ്ടത് ഈ ഷീറ്റാണ്. ഇത് നമ്മൾ പ്രിന്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ. പിന്നെ അടുത്തത് ഫർണിച്ചറും മറ്റ് സെറ്റിങ്സും, ഇരിക്കാനുള്ള സൗകര്യം, കസേര, ബെഞ്ച്, മേശ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പേപ്പറും പെൻസിലും. ഓക്കെ. പിന്നെ സബ്ജക്ട് ഏതായാലും വേണം. സബ്ജക്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിയല്ലേ? വ്യക്തി. നമ്മൾ ആരുടെ നിന്നാണോ ഡേറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂപ്പര്. ക്ലൈന്റ് ആണെങ്കിൽ ക്ലൈന്റ്, അല്ലെങ്കിൽ വേറെ ആരാണ് ചൗല്. പിന്നെ ഇൻഫോർമൽ എൻവയോൺമെന്റ്, ഫോർമൽ അല്ലാത്ത റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു എന്താണ് ഒരു അവസ്ഥ, ഒരു എൻവയോൺമെന്റ് ആവശ്യമാണ്. അതായത് കംഫർട്ടബിൾ ആയിട്ട്, കംഫർട്ടബിൾ ആയിട്ട് ഒരാൾക്ക് ഇരിക്കാൻ കഴിയുന്ന സാഹചര്യം. അതാണ് ഇൻഫോർമൽ എൻവയോൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നോം ഷീറ്റ്. നോം ഷീറ്റിൽ വരുന്ന കാര്യങ്ങൾ, ഇത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിന്റെ നോംസ് ഒക്കെയാണ്. നോംസ് പറഞ്ഞാൽ നിയമങ്ങളാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ ഈ മെമ്മറി ടെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് അതിൽ വരിക. അതിലാണ് ഈ കാര്യം. ബിലോ ആണെങ്കിൽ എത്ര വരും, ആവറേജ് ആണെങ്കിൽ എത്ര വരും, എബോ ആവറേജ് ആണെങ്കിൽ എത്ര വരും. ഇപ്പൊ ഇതില് 9 വരെയാണ് ഉള്ളത്. 9 ഷീറ്റ്, 9 വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. 1 മുതലാണ് തുടങ്ങുന്നത്, 2 മുതൽ തുടങ്ങുന്നുള്ളൂ, 2, 3 അങ്ങനെ 10 വരെ. അപ്പൊ ഇത് 9 വാല്യൂസ് ആണുള്ളത്. അപ്പൊ ടോട്ടൽ നമുക്ക് 9 മാർക്കായിരിക്കും കിട്ടുക. ടോട്ടൽ 9 മാർക്ക്. അതെങ്ങനെ കിട്ടാന്ന് പറഞ്ഞുതരാം. അപ്പൊ 4-ൽ താഴെയാണെങ്കിൽ ലോ മെമ്മറി ആയിരിക്കും, ലോ മെമ്മറി സ്പാൻ. ഒരു മിനിറ്റ്. ബിലോ 4 ആണെങ്കിൽ ലോ മെമ്മറി ആണെന്ന് മനസ്സിലാവും. സബ്ജക്റ്റിന്റെ മെമ്മറി ലോ ആണെന്ന് മനസ്സിലാവും. 4 to 7 ആണെങ്കിൽ ആവറേജ് മെമ്മറി ആണെന്ന് മനസ്സിലാവും. ആവറേജ് മെമ്മറി ആണെന്ന് മനസ്സിലാവും. ഓക്കെ. പിന്നെ 7 അതിൽ എബോ ആണെങ്കിൽ ഹൈ മെമ്മറി ആയിട്ട് മനസ്സിലാക്കാം. എബോ ആവറേജ് അല്ലെങ്കിൽ ഹൈ മെമ്മറി ആയിട്ട് മനസ്സിലാക്കാം. ഹൈ മെമ്മറി ആയിട്ട് മനസ്സിലാവാം. ഓക്കെ. ഇനി ഇതിന്റെ പ്രൊസീജിയർ പറയാം. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇവരായിട്ട് എന്ത് ചെയ്യണം, ഒരു റാപ്പോ ബിൽഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പ്രിലിമിനറി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, പേരെന്താണ്, എവിടെന്നാ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു റാപ്പോ ബിൽഡ് ചെയ്തിട്ട് വേണം നമുക്ക് തുടങ്ങാൻ. അതാണ് ഫസ്റ്റ്. പിന്നെ അടുത്തത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, കൃത്യമായിട്ട് കൊടുക്കുക. സബ്ജക്റ്റിന് വളരെ കെയർഫുൾ ആയിട്ട് ഈ കാര്യങ്ങൾ കേൾക്കാൻ. നമ്മൾ എങ്ങനെ ചെയ്യുന്നു വെച്ചാല്, ഇവിടെ കണ്ടോ 3 ലിസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ 9 സെഷൻ ആയിട്ടാണ് ഇത് വരുന്നത്. ഈ ഓരോ ലിസ്റ്റിലും ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 1/3 സ്കോർ കിട്ടും. ഓക്കെ. പിന്നെ ഇതും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 1/3 കിട്ടും. പിന്നെ അത് മനസ്സിലായില്ല. അങ്ങനെ അതായത് 2, 3 ആ സ്റ്റെപ്പാണ് ഉദ്ദേശിക്കുന്നത്. 3, 7 ഇവിടെ എന്ത് ചെയ്യും, ആദ്യം ഈ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ റിസർച്ചർ എന്ത് ചെയ്യും, ഇത് ആവർത്തിക്കും. ഫസ്റ്റ് സെഷൻ ഉണ്ടല്ലോ, ഈ ലിസ്റ്റിലുള്ള ഫസ്റ്റ് വാല്യൂ ആവർത്തിക്കും, 3, 7. അങ്ങനെ ആവർത്തിച്ച സമയത്ത് അതിനെ തൊട്ടടുത്ത് തന്നെ ഈ ക്ലയന്റ് അല്ലെങ്കിൽ ഡേറ്റ തരുന്ന ആൾ എന്ത് ചെയ്യണം, അത് റിപ്പീറ്റ് ചെയ്യണം. കാണാതെ അല്ലേ? കാണാതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് 1/3 മാർക്ക് കിട്ടി. 1/3 എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ ലൈനില് 3 കിട്ടിയതാ ഉദ്ദേശിക്കുന്നത്. 1/3 1 മാത്രം കിട്ടിയാല്. പിന്നെ നിങ്ങളിപ്പോ പിന്നെ ഫുഹാദ് എന്നോട് ചോദിക്കുന്നു 3, 7. അപ്പൊ ഞാൻ പറയുന്നു 3, 7 എന്ന് പറയുന്നു. 9, 1 നിങ്ങൾ പറയുന്നു, ഞാൻ 9, 1 എന്ന് പറയുന്നു. 5, 8 നിങ്ങൾ പറയുന്നു. അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? വൺ ടൈം പറയലല്ലേ? അല്ല, അങ്ങനെയല്ല. നിങ്ങൾ 3, 7 എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 1/3 മാർക്ക് കിട്ടി. 9, 1 എന്ന് പറഞ്ഞു, അതും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 1/3 മാർക്ക് കിട്ടി. ഓക്കെ. പിന്നെ 5, 8 അതും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 1/3 മാർക്ക് കിട്ടി. അങ്ങനെ ഇതെന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യും, ഇതെങ്ങനെ ടോട്ടലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇതിന്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ടെസ്റ്റ് നോക്കാം.
ടെസ്റ്റ് ചെയ്താൽ നല്ലത്. അതല്ല നല്ലത്, കൺഫ്യൂഷൻ ആക്കണ്ട. കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അയ്യോ കറക്റ്റ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്ത് ചെയ്യും, ഈ വാല്യൂസ് വായിച്ചു തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അത് അതേപോലെ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ആദ്യം നമ്മൾ 2 ആയിരിക്കും തുടങ്ങാം. ഇത് 9 ഡിജിറ്റ് വരെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഒരിക്കലും ഇത് എന്ത് ചെയ്യില്ല, റിപ്പീറ്റ് ചെയ്യപ്പെടില്ല. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ടെർമിനേറ്റ് ചെയ്യും. എന്നിട്ട് അതുവരെയുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ. അതൊന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, സ്ക്രീനിലേക്ക് നോക്കരുത്. ഇല്ല. ഓക്കെ, നമ്മളിപ്പോ പഠിക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സ്ക്രീനിലേക്ക് നോക്കാൻ പാടില്ല. ഓക്കെ, പറയട്ടെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? സ്റ്റാർട്ട് ചെയ്തോളൂ. 3 7 9 1 5 8 8 4 6 3 5 9 2 1 9 1 7 5 2 9 6 4 2 5 8 3 1. ഓക്കെ, ഇനി അടുത്ത സെഷൻ ആണ് 9 4 2 7 5. 9 4 2 7. ഒരു ഡിജിറ്റ് കൂടി ഉണ്ട്. ഓക്കെ, ഫെയിൽ. ഓക്കെ, അപ്പൊ ഇവിടെ ഫെയിൽ ആയി. സ്ക്രീനിലേക്ക് നോക്കാം. ഇവിടെയാണ് നമ്മൾ ഫെയിൽ ആയത്. ഓക്കെ, ഇനി നമ്മൾ ഇത് മൊത്തം ഇതുവരെയുള്ള കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ 1/3 ഇവിടെ 1/3. എനിക്ക് മനസ്സിലായില്ല. അതായത് ടോട്ടൽ ഇവിടെ നമ്മള് ലിസ്റ്റ് 1 ഈ 3 7 എന്ന് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് 1/3 കിട്ടി. കിട്ടി. 3 എണ്ണത്തിൽ 1 കിട്ടിയെന്നായിരിക്കും അല്ലെ? അതെ, 3 എണ്ണത്തിൽ 1. യെസ്, മാറിയതാണ്. പിന്നെ അടുത്തത് കൂടെ കറക്റ്റ് ചെയ്തപ്പോ വീണ്ടും നമുക്ക് എന്ത് ചെയ്തു, 1/3 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് വീണ്ടും നോക്കി, ഇതും കറക്റ്റ് ചെയ്തു. 5. അപ്പൊ വീണ്ടും നമുക്ക് 1/3 1/3 എന്നല്ലേ പറയാ. 3 ഓരോന്നോരോന്നും കിട്ടി. ഓക്കെ, പിന്നെ വീണ്ടും നോക്കാം. പിന്നെ ഇതും കറക്റ്റ് ചെയ്തു അല്ലെ. അപ്പൊ ഇതിന് നമുക്ക് എന്ത് കിട്ടി, 1/3 കിട്ടി. ഒന്ന് ചെയ്താൽ 1/3 കിട്ടുക അല്ലെ? യെസ്. അപ്പൊ ഇവിടെ ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് 3 കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് 3/3 കിട്ടും. അടുത്ത ലൈനും 3/3 കിട്ടി. അടുത്ത ലൈനും കൂടി 3/3 കിട്ടി. അപ്പൊ എനിക്ക് 3/3 കിട്ടി. അപ്പൊ നമുക്ക് 3 3/3 ഇവിടെ കിട്ടിയിട്ടുണ്ട്. 3/3 പ്ലസ് 3/3 പ്ലസ് 3/3 പ്ലസ്, പിന്നെ നമുക്ക് ഇവിടെ ഫെയിൽ ആയിട്ടുണ്ട്. അവിടെ ഫെയിൽ ആയി, അതായത് 5ന്റെ ഫെയിൽ ആയി. അപ്പൊ ഇത് നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാം. 3/3 ഇവിടെ 1 അല്ലേ വരിക. 3/3 3 3 1 അല്ലേ. അപ്പൊ നമുക്ക് 1 ഇതിങ്ങനെ ഒഴിവാക്കണം. 1 പ്ലസ് 1 അങ്ങനെ വരും. അപ്പൊ എത്രയായി, 3 കിട്ടി. മനസ്സിലായോ? ഒരു മിനിറ്റ് ഞാൻ എഴുതട്ടെ. 1 3 3/1 അതില് 3/3 ഒന്നാണ് ശരിക്കും അല്ലെ. 3 ആയിരിക്കണം 3 1 കിട്ടുക. അതെ, അതെ. ഇപ്പൊ കിട്ടിയത് 1, പിന്നെ 3/1 അല്ല 3/3 3/3 പ്ലസ് 3/3 പ്ലസ് 3/3 അങ്ങനല്ല കിട്ടിയത്. ഈ റോ മൊത്തം നമുക്ക് കിട്ടിയപ്പോ 3/3 കിട്ടി. 3/3 പ്ലസ് 3/3 പ്ലസ് 3/3 കിട്ടി അല്ലെ? യെസ്, ഈ 3 റോയും കൂടെ 3/3 നമുക്ക് കിട്ടി. അപ്പൊ ഇത് ടോട്ടൽ ചെയ്യുമ്പോ നമുക്ക് എത്ര കിട്ടും? 3/3 എന്ന് പറഞ്ഞാല് 1 ആണ്.
9 അല്ല. ഉം. ഇത് കാൽക്കുലേറ്റ് ഇത് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാം. 3 ആയിരിക്കണം 3. അപ്പൊ എത്ര കിട്ടുക? 1 കിട്ടും. 1 3/1 പിന്നെ ഇത് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുമ്പോ 1 കിട്ടും. പിന്നെ ഇത് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുമ്പോ 1 കിട്ടും. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര? 3 കിട്ടി. 3 കിട്ടി. 3 കിട്ടി. ഓക്കെ. ഇനി നമ്മൾ ഇതിലേക്ക് നോക്കുക. 3 എത്രയും നോക്കുക. ഇപ്പൊ 3 എന്ന് പറഞ്ഞാൽ ബിലോ 4 ആണ്. അപ്പൊ ലോ മെമ്മറി സ്പാൻ ആണ്. ബിലോ മെമ്മറി സ്പാൻ ആണ് എന്റേത് ഉള്ളത് എന്നർത്ഥം അല്ലെ? അല്ലെങ്കിൽ ബിലോ ആവറേജ് ലോ. അപ്പൊ ഇതെന്താണ്? ഇത് പല സാഹചര്യങ്ങളാൽ തെറ്റാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ചിലപ്പോ ലോ മെമ്മറി ആവണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ പല അറ്റ്മോസ്ഫിയറും ഒരുപാട് ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ എക്കോ അറ്റ്മോസ്ഫിയർ ഒക്കെ ഇതിലുണ്ടെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആവുള്ളൂ. ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് യെസ് ഇങ്ങനെയാണ് ഇത് ഇപ്പൊ നമ്മള് ഈ 1/3 ഇങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ എന്താണ് ഈ ഒറ്റ സെഷൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാല് ഈ ഒറ്റ സെഷൻ മൊത്തം കറക്റ്റ് ആയി എന്ന് കരുതാം. അപ്പൊ നമുക്ക് 3/3 എടുക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഈ 3 സെഷനും ഇവിടെ കറക്റ്റ് ആയി. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം? 3/3 ആക്കിയിട്ട് എടുക്കാം. ഇത് ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ. അതായത് പിന്നെ 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. 3 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടി. ഇനിയിപ്പോ നിങ്ങൾ ഒന്നുകൂടി തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം. അതില് വ്യത്യാസം നമുക്ക് നോക്കാലോ അല്ലേ? നോക്കാം. ഓക്കെ. നിങ്ങളെ 4 മിനിറ്റ് നിങ്ങൾക്ക് അടുത്ത മീറ്റിംഗ് സമയമാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. ബാക്കി നാളെ ചെയ്യാം. ഇല്ല പ്രശ്നമില്ല. നമുക്ക് എന്ത് ചെയ്യാം? അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യാം. അതാണ് നല്ലത്. ഇപ്പൊ നല്ല ആവേശമായി. ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ. നമുക്ക് ആദ്യം മുതൽ ടെസ്റ്റ് ചെയ്യാം. പറയട്ടെ? പറഞ്ഞോളൂ. 3 7 9 1 5 8 8 4 6 3 5 9 2 1 9 1 7 5 2 ആവർത്തിക്കാൻ പാടില്ലേ? ഇല്ല റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞോക്കാം. 1752 1752. ഓക്കെ. അടുത്ത ഇതെങ്ങനെ? ഓക്കെ. അടുത്ത് പറയാണ്. ഇപ്പൊ നമ്മൾ ഇത് പറയുന്ന സമയത്ത് കറക്റ്റ് എന്ത് ചെയ്യണം? സൗണ്ട് ഒക്കെ കൃത്യമായിട്ട് അതിന്റെ പിച്ച് അനുസരിച്ച് പറഞ്ഞ് സാവധാനത്തിൽ പറയണം. ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ ഡിസോർഡർ ആയിട്ടൊന്നും പറയാൻ പാടില്ല. ഓക്കെ. അടുത്ത് പറയാണ്. 9 6 4 2 ഓക്കെ. 5 8 3 1 അടുത്ത് പറയാണ്. 9 4 2 7 5 കറക്റ്റ് ആണോ? അല്ല 5 ആണ് ലാസ്റ്റ്. ബിലോ കേറുന്നില്ല. അപ്പൊ നേരത്തെ പറഞ്ഞോട് തന്നെയാണ്. അപ്പൊ ഒന്നുകൂടി നടക്കുന്ന അർത്ഥം. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ്. അത് കുഴപ്പമില്ല. നാളെ ഒന്നുകൂടി നടത്താം. ഒന്നുകൂടി ഇതാവട്ടെ. ഒന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യട്ടാ. ഓക്കെ. ടെസ്റ്റ് ചെയ്തോളൂ. ഒരു മിനിറ്റ്. ടെസ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? റെഡിയാണ്. നോക്കാൻ പാടില്ലേ? ഇല്ല. ഓക്കെ. 3 7 9 1 5 8 8 4 6 3 5 9 2 1 9 1 7 5 2 9 6 4 2 5 8 3 1 9 4 2 7 5 7 9 3 1 5 7 1 3 9 5 പൊട്ടി.
പൊട്ടിയോ? മലപ്പുറക്കാർ കുറച്ച് കൊമ്പ് കൂടുതലാണ്. അതെ അതെ, എവിടെ പാളിയത്? 7 ഇതില് അല്ലേ? ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ. അർത്ഥം അപ്പൊ ഇനി ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് നോക്കാം അല്ലെ? ഇത് ഞാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളത് ആ 1/3 അപ്പൊ 3/3 ഒന്നായി, യെസ് പ്ലസ് 3/3 പ്ലസ് ആ 3/3 ആ പിന്നെ ഒരു 1/3 ഉള്ളൂ അല്ലേ? യെസ് 1/3 വരും. ഓക്കെ, അപ്പൊ എത്ര പ്ലസ് ഞാൻ പറയാ? 1 1 3 ഇത് 1 1 1. അപ്പോ 1 പിന്നെ ഈ 1/3 എങ്ങനെ കൂട്ടാ എക്സ്ട്രാ ഉള്ളത്? ഇങ്ങനെ വരും. ഇപ്പൊ ഇതില് കണ്ടോ, ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ റിസൾട്ട് കണ്ടോ? 3/3 പ്ലസ് 3/3 പ്ലസ് 1/3. ഇത് ഇപ്പൊ നിങ്ങളുള്ള പോലെ തന്നെ. അത് ചെയ്യും. അപ്പൊ 3. 3 മനസ്സിലായി. ഒന്നാവുമ്പോ ആ ഒന്നിന്, അതായത് 100ന് എത്ര ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കും അല്ലെ? ഇത് ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ നിങ്ങളത് ഇങ്ങനെ ചെയ്തില്ലേ? ഇപ്പൊ 3 3 ആണ്, അടിയിൽ 3 3 അല്ലേ? അപ്പൊ ഇത് മൊത്തം ആഡ് ചെയ്യാം. 3 6 9. 3 6 9. അപ്പൊ 9 ഹരിക്കണം 9 എത്ര? 9 ഹരിക്കണം 9 1. 1 സോറി, 9 ഹരിക്കണം 3. 3 വരിക. ഹരിക്കണ സംഖ്യ ഇതേപോലെ ഇങ്ങോട്ടല്ലേ വരിക. ഹരിക്കണ സമയത്തേ ഈ താഴെയുള്ള വാല്യൂ സെയിം ആയിരിക്കും, അടിയിൽ വരുമ്പോ 3 വരും. 3 ഹരിക്കണം 9 വരിക. ഒരു മിനിറ്റ് മനസ്സിലായില്ല. അതായത് ഓക്കെയാണ് 1/3 അങ്ങനെയുള്ള. ഇപ്പൊ അങ്ങനെ പറഞ്ഞല്ലോ, ഒരു മിനിറ്റ്. ഹരിക്കണ സമയത്ത് ഇപ്പോ 3/3 പ്ലസ് 3/3 പ്ലസ് 3/3 ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ മുകളിലുള്ളത് മൊത്തം ആഡ് ചെയ്യും. 9 അടിയുള്ളത് അതേപോലെ എടുത്ത് തരും. ഇങ്ങനെ വരിക 9/3. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യാം? 9ൽ 3 എത്ര നോക്കുക. താഴെയുള്ളത് ആഡ് ചെയ്യില്ല. ഇല്ല, ഒറ്റ ഡേറ്റ് മാത്രമേ എഴുതും. ആ ഡേറ്റ് സെയിം ആണെങ്കിൽ സെയിം ആണെങ്കിൽ അങ്ങനെ എഴുതും. 9/3 അപ്പൊ 3 വരും. 3 വാല്യൂ വരും. അപ്പൊ ഇനിയിപ്പോ ശരിയായത് എത്രയാണ് അറിയേണ്ടത് അല്ലേ? അതെ. ഇനിയിപ്പോ എന്റെ കേസിൽ വന്നപ്പോ 3/3 പ്ലസ് 3/3 പ്ലസ് 3/3 പ്ലസ് 1/3 വന്നു അല്ലേ? പ്ലസ് 1/3. അപ്പൊ അടിയുള്ളത് 3 അതേപോലെ എടുത്ത് എഴുതാം. പിന്നെ ഇവിടെ 10 അല്ലെ? 9 1 10. എന്നിട്ട് ഇത് ഹരിക്കാം. 10ല് 3 എത്ര ആവശ്യം ഉണ്ടാവും 3 നോക്കിയാൽ മതി. 10/3 വരിക. 10/3. അപ്പൊ 10നെ 3 കഷ്ണാക്കി കഴിഞ്ഞാൽ 3.33 വരും അല്ലെ? 3.33. 10ന് ഹരിക്കലാണ് അവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അല്ലേ? അത് കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഏകദേശം നമുക്ക് ധാരണ കിട്ടി. എന്നിട്ട് ഇതാണ് ടേബിള്. താഴെയുള്ളത് ഒരുപോലെ ആണെങ്കിലല്ലേ? എങ്ങനെ? 3/3 3/3 3/3 ആയതുകൊണ്ടല്ലേ? അതെ, ഈ വാല്യൂ ഇതിൽ അങ്ങനെ മാത്രമേ വരുള്ളൂ. ഈ ടെസ്റ്റിൽ അങ്ങനെ വരുള്ളൂ. മറ്റു കണക്കിന്റെ കാര്യം വേറെ അല്ലേ? ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്നെ അടുത്തത് നിങ്ങൾക്ക് കിട്ടിന്ന് വിചാരിക്കാം. 4ാമത്തെ റോയില് കിട്ടി, 2 കിട്ടി. അങ്ങനെ ഞാൻ ഒന്ന് കൂട്ടിത്തരേ. 3/3 പ്ലസ് 3/3 പ്ലസ് 3/3 പ്ലസ് 1/3 പ്ലസ് 1/3 ഇതല്ലേ വരുക? എങ്ങനെ? താഴത്തെ റോ എല്ലാം കിട്ടുകയാണെങ്കിലോ? അല്ലല്ല, താഴത്തെ 4ാമത്തെ റോ ഇല്ലേ? 4ാമത്തെ റോ 1 2 3 4 5ാമത്തെ റോ. ഇതിൽ 5ാമത്തെ റോ. 5ാമത്തെ നിങ്ങൾക്ക് ഇപ്പൊ 1 കിട്ടിയത്, 2 കിട്ടിന്ന് വിചാരിക്കാം. അപ്പൊ 2 1/3 കൂടും. അപ്പൊ എന്റെ മിസ്റ്റേക്ക് ഇവിടെ തെറ്റിന്ന് കരുതാ. അപ്പൊ 2 1/3 വരും. 2 1/3. അപ്പൊ മേലെ 3 3 9 11 9ഉം 2 11 11/3 എല്ലാം കൂടെ 11/3 വരിക. 11/3 കറക്റ്റ് ആൻസർ അല്ല. ഇപ്പൊ 11
നമുക്ക് അവിടെ ഇത് ചെയ്യാൻ പറ്റുമോ? കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമോ? കാൽക്കുലേറ്റർ യൂസ് ചെയ്യാലോ. ഇപ്പൊ 11 ഹരിക്കണം 3 ഇട്ടാല് 3/6 കിട്ടും അല്ലെ? 3/6 വരും. അത് നമ്മളിങ്ങനെ 10നെ 3 കഷ്ണായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ 3.33 6.66 9.99 ക്ലിയർ. അങ്ങനെ വരിക. അപ്പൊ പിന്നെ നമ്മള് മനക്കണക്ക് എടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ രീതിയിൽ പോയാൽ മതി സംഭവം അല്ലെ? യെസ്. ഇതന്നെ ടെസ്റ്റിന് വന്നാൽ മതി, ടെൻഷൻ ഇല്ലേ? ഇത് സിമ്പിൾ ആണ്. ഇത് വരൂല അല്ലെ? വരികയാണെങ്കിൽ ഇനി ഇതാണ് ടേബിള്. ആദ്യം ആളെ പേര് എഴുതുക, ഏജ് എഴുതുക, മെയിലോ ഫീമെയിലോ എഴുതുക, എഡ്യൂക്കേഷൻ, മാരീഡ്, സ്കോർ എഴുതുക, പിന്നെ ഇന്റർപ്രിട്ടേഷൻ എഴുതുക. എന്താണ് അയാളെ സ്റ്റാറ്റസ് എന്നുള്ളത് ഇന്റർപ്രിട്ടേഷൻ അല്ലേ? അതെ, നമ്മൾ ഇവിടെ നോക്കിയിട്ട് എഴുതാം. ഓക്കെ, നിങ്ങൾ റെക്കോർഡ് ബുക്കിൽ ഇതേപോലെ എഴുതിനി? ഇതേപോലെ എഴുതിയിട്ടുണ്ട്. എന്നാ പിന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ഗ്രൂപ്പിൽ ഇടട്ടോ, നിങ്ങൾ ആക്കി വെച്ചത്. ഈ PDF ഞാനാണ് വിട്ടരാ. ഇത് PDF ആക്കിയിട്ട് ചെയ്തതാണ്. ഓക്കെ, എന്നാ ക്ലിയർ ആയില്ല, എനിക്ക് ഒന്നുകൂടി നല്ല ക്ലിയർ ആയിട്ട് പഠിക്കാലോ. ഓക്കെ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇതുവരെയുള്ളത് ഇത്രയേ ഉള്ളൂ സംഭവം അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതിൽ പിന്നെ നമ്മൾ ഡിസ്കഷനിൽ വരിക, ഇയാൾക്ക് എന്താണ് 3.3 ആണ് കിട്ടിയത്, അപ്പൊ ഇയാൾ എന്താണ് ബിലോ ആവറേജ് ആണെന്ന് പറഞ്ഞു. കൺക്ലൂഷനിലും അതന്നെ കൊടുക്കുക, ഇയാൾ ബിലോ ആവറേജ് ആണെന്ന് പറഞ്ഞാൽ കൊടുക്കുക. പിന്നെ ഇപ്പൊ ഉള്ള മെമ്മറി ഇമ്മീഡിയറ്റ് മെമ്മറിന്റെ സ്റ്റാറ്റസ് ആണ് നമ്മൾ ഇത്. ഞാൻ ഇപ്പൊ മനസ്സിലായത് പറയാം, മപ്പൂമ് പറയാം. ഇപ്പൊ ഈ പിന്നെ മെമ്മറി എക്സ്പെരിമെന്റ് ഉദ്ദേശിക്കുന്നത് അവിടെ ഇമ്മീഡിയറ്റ് മെമ്മറി ടെസ്റ്റ് ചെയ്യാനാണ്. അതെ, ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാൻ യൂസിങ് ഡിജിറ്റ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഡിജിറ്റ് സ്പാൻ ടെസ്റ്റ് എന്നും പറയാറുണ്ട്. ഇത് പിന്നെ മെമ്മറി എന്ന് പറഞ്ഞാൽ അതൊരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. അത് 3 ടൈപ്പായിട്ട് മെമ്മറി വരുന്നുണ്ട്. അതിന്റെ ഇൻട്രൊഡക്ഷനിൽ സെൻസറി മെമ്മറി വരും, അതുപോലെ ഷോർട്ട് മെമ്മറി വരും, ലോങ് ടേം മെമ്മറി വരും. സെൻസറി മെമ്മറി ഉദ്ദേശിക്കുന്നത് ഒരു വിഷ്വൽ, ഓഡിറ്ററി ഇങ്ങനെയുള്ള സംഭവം വളരെ 1 സെക്കൻഡ് ഒറിജിനൽ സെൻസറി ഫോമിൽ തന്നെ സ്റ്റോർ ചെയ്യുന്ന ഇൻഫോർമേഷൻ ആണത്. പഞ്ചേന്ദ്രിയങ്ങൾ 5 ഇന്ദ്രിയങ്ങൾ ഉണ്ടല്ലോ, അത് അതേപോലെ സ്മെല്ലാണെങ്കിൽ സ്മെല്ല് അതേപോലെ വിഷ്വല്, ഓഡിറ്ററി അതേപോലെ സ്റ്റോർ ചെയ്യാണ് സെൻസറിയിൽ വരിക. അത് 30 സെക്കൻഡ് ഉണ്ടാവും പിന്നെ വരുന്ന സാധനങ്ങളാണ്. പക്ഷെ ഇത് ഷോർട്ട് ടേം മെമ്മറി ആണ്, ഈ വർക്കിംഗ് മെമ്മറി വരും അല്ലെ? അതിന് വർക്കിംഗ് മെമ്മറി എന്നും പറയും, ഷോർട്ട് ടേം മെമ്മറിയെ. ഷോർട്ട് ടേം മെമ്മറിയിലെ സാധനം 2 പ്രക്രിയയിലൂടെ കടന്നു പോയാൽ ചിലപ്പോൾ ലോങ് ടേമിലേക്ക് എത്തും. അതിന് റിഹേഴ്സിന് മറ്റൊരു എന്തോ പറഞ്ഞ എൻകോഡ് ചെയ്യാം. അല്ല, ഒന്ന് എൻകോഡ് ചെയ്യലും റിട്രീവ് ചെയ്യലും അല്ലെ? റിഹേഴ്സ് ചെയ്യാ, എൻകോഡ് ചെയ്യാം. അതിന് റിട്രീവൽ എന്നും കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത്. റിട്രീവൽ ആണ് ഇങ്ങോട്ട് എടുക്കുക. അതായത് റിട്രീവ് ചെയ്യുമല്ലോ, നമ്മളിപ്പോ മെമ്മറി കാർഡിൽ നിന്നൊക്കെ ഡാറ്റ റിട്രീവ് ചെയ്യാന്ന് പറയും. അത് ലോങ് ടേം മെമ്മറി ഇങ്ങോട്ട് എടുക്കണേനാണ്. അല്ലെങ്കിൽ ഇത് ഇത് ഒന്നെങ്കിൽ റിഹേഴ്സ് ചെയ്യാം, നമ്മളിങ്ങനെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഇത് ഇങ്ങോട്ട് കോഡ് ചെയ്തിട്ട്. ഇൻഡിവിജ്വൽ കപ്പാസിറ്റി മെഷർ ചെയ്യല് എയിമാണോ? എങ്ങനെ? എവിടെ? ഇൻഡിവിജ്വൽ കപ്പാസിറ്റി മെഷർ ചെയ്യാന്, അതുപോലെ വ്യത്യസ്തമായ ഇൻസൈറ്റ് ചെക്ക് ചെയ്യാന്. ഇൻഡിവിജ്വൽസിന്റെ അത് കപ്പാസിറ്റി മെഷർ ചെയ്യാം. ഒന്ന് ഇൻഡിവിജ്വൽസിന്റെ ഷോർട്ട് ടേം കപ്പാസിറ്റി, മെമ്മറി കപ്പാസിറ്റി മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻസൈറ്റ്, അതാണ് ഇതൊക്കെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, നോർമേറ്റീവ് അസസ്മെന്റിന് സഹായിക്കുന്നുണ്ട് വ്യത്യസ്ത ഏജ് ഗ്രൂപ്പിലുള്ള. പിന്നെ അതുപോലെ ക്ലിനിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നമ്മൾ സൈക്കോളജിസ്റ്റിന് ADHD അതുപോലെ പല രോഗങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ മറ്റ് മെഷേഴ്സ് ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും. അറ്റൻഷൻ, പ്രോസസിംഗ് സ്പീഡ്. 4 മെറ്റീരിയൽ ഇതിന് വേണം. 4 മെറ്റീരിയൽ. നമ്പർ ഓഫ് ഷീറ്റ്, അതിപ്പോ നമ്മളെ കയ്യിൽ നമ്പർ ഓഫ് ഷീറ്റ്. പിന്നെ വരുന്നത് ഫർണിച്ചർ, നമ്മള് പരസ്പരിക്കാനുള്ള ഒരു ഫർണിച്ചർ വേണം. പിന്നെ പേപ്പർ വേണം, പേപ്പർ പെൻസിൽ വേണം. പിന്നെ ഒരു സബ്ജക്റ്റ് വേണം.
സബ്ജക്ട് ഉദ്ദേശിക്കുന്നത് ആരാണോ ടെസ്റ്റ് ചെയ്തത് അവരെ വേണം. പിന്നെ അവർ ഇൻഫോർമൽ ആയ എൻവയോൺമെന്റ് വേണം എന്ന് പറഞ്ഞാല് വ്യക്തിക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ബോധമില്ലാത്ത ഒരു അത് നമ്മള് ഫോർമൽ ഇൻഫോർമൽ ഉണ്ടല്ലോ. ഫോർമൽ ആണ് ഔപചാരികമാണ്, ഇൻഫോർമൽ ആണ് അനൗപചാരികമാണ്. അതായത് ഇവിടെ നമുക്ക് ഒരു ഫോർമാലിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് രണ്ട് കസേരക്കുള്ളിൽ കസേരട്ട് അപ്പുറത്തുപ്പുറത്ത് ഇരിക്കണ പോലെ ഇരിക്കാൻ പറ്റും അങ്ങനെ. പിന്നെ ഒരു നോം ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ നിയമങ്ങളൊക്കെ പറയുന്ന ഒരു അവരെ അല്ലെ, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മൊത്തം വരുന്നത് ഈ നോം ഷീറ്റിലാണ്. അപ്പൊ ഈ ടെസ്റ്റ് ആയതുകൊണ്ട് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് ഇനി വരാൻ പോകുന്ന ടെസ്റ്റ് ആണെങ്കിൽ അതിൽ ഒരുപാട് നോംസ് പറയുന്നുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യണ രീതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ടോട്ടല് 9 മാർക്കാണ് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതില് ബിലോ 4 ആണെങ്കിൽ ഓൺ ലോ മെമ്മറി സ്പാൻ ആണ് അവൻ്റെത്. പിന്നെ 4-7 ആണെങ്കിൽ ആവറേജ് മെമ്മറി ആയിരിക്കും. 7 to 9 എബോവ് മെമ്മറി, എബോവ് ആവറേജ് ആയിരിക്കും, ഹൈ മെമ്മറി. പിന്നെ ചെയ്യേണ്ട പ്രൊസീജിയർ ആദ്യം ഒരു റാപ്പോ ബിൽഡ് ചെയ്യും, കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അല്ലെ. പിന്നെ ഇത് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അല്ലെ, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതെ, ഇത് ഇതുപോലെ അതേ റിപ്പീറ്റ് ചെയ്യാതെ എന്ത് ചെയ്യണം, ആ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യും, പ്രസന്റ് ചെയ്യും. പിന്നെ അതിന്റെ ഡിജിറ്റൽ പിന്നെ നമ്മൾ പറയുന്ന രീതി ആവണം, ക്ലിയർ ആവണം അല്ലെ. അതെ അതെ അതെ. പിന്നെ അത് ആരെങ്കിലും ഈ സബ്ജക്ട് മേക്ക് മിസ്റ്റേക്ക് ആക്കിയാൽ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തതിന് അവിടെ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അല്ലെ. അവിടെ നമ്മൾ ടെർമിനേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ചെയ്യും. പിന്നെ ഞാൻ ലാസ്റ്റ് രീതി, ഒന്നാമത്തെ റോ പൂർത്തിയാക്കിയാൽ അയാൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 1/3 1/3 1/3 ആയിരിക്കും. ഓക്കെ. രണ്ടാമത്തെ റോ പൂർത്തിയാക്കിയാൽ വീണ്ടും 1/3, അതായത് ഒരു റോയില് ഒരു ഡിജിറ്റ് പൂർത്തിയാക്കി, ഒരു ലിസ്റ്റ് പൂർത്തിയാക്കിയാൽ 1/3 കിട്ടും. അങ്ങനെ എത്ര ആണോ അയാൾ പൂർത്തിയാക്കുന്നത് അതിന്റെ ഇൻറ്റു 1/3 അല്ലെ. 1/3. അതെ. അപ്പൊ ഒരു റോ ഇത് മൊത്തമാണെങ്കിൽ നമുക്ക് 3/3 കിട്ടും. പിന്നെ അടുത്ത റോ 3/3 വരും. അങ്ങനെ 3/3 ആയിട്ട് തന്നെ ഇത് മൊത്തം വരുള്ളൂ. 9 3/3 ഉണ്ടാവും. 9 3/3 ആഡ് ചെയ്താൽ 9 തന്നെയാണ് ഇത് വരാം. വേറൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാല് മുകളിൽ കംപ്ലീറ്റ് നമ്മൾ പ്ലസ് ചെയ്യണം. ഇപ്പൊ 3/3 5/3 എത്രയാണോ കിട്ടുന്നത് അതിനെന്ത് ചെയ്യാം, പ്ലസ് ചെയ്യാം. മേലെ ഉള്ളത് പ്ലസ് ചെയ്യണം. താഴെ ഡിജിറ്റ് ആണെങ്കിൽ താഴെ ഉള്ളത് സെയിം ഡിജിറ്റ് ആവും, ഉറപ്പല്ലേ? സെയിം ആണ്. അത് അങ്ങനെ ഓവറായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 1/3 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാണ്? 0.33 ആണ് വരിക. 2/3 ആണെങ്കിൽ 0.66 വരും. 2/3 ആണെങ്കിൽ 3/3 ആണെങ്കിൽ അത് 1 ആയിരിക്കും. അപ്പൊ പിന്നെ അത് ഓവറായിട്ട് ചിന്തിക്കണ്ട. കൺക്ലൂഷൻ എഴുതുമ്പോ എത്രയാണോ കിട്ടിയത് ആ ഡിജിറ്റ് നമ്മളെ ഈ ചാർട്ട് നോക്കിയിട്ട് അല്ലെ, നമ്മളെ ഇത് നോക്കിയിട്ട് ആവറേജ് ആണെങ്കിൽ അത് പറയാം. പിന്നെ ആവറേജ് ആണെങ്കിൽ ആവറേജ് 4 to 7 ആണെങ്കിൽ ആവറേജ് പറയാം. എബോ നമുക്ക് എബോ 7 ആണെങ്കിൽ പറയാം. അത് കൺക്ലൂഷനിലും അങ്ങനെ എഴുതണം അല്ലെ. കൺക്ലൂഷനിൽ നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഞാൻ ഇവിടെ ഷോർട്ട് ആക്കിയിട്ട് എഴുതിയതാണ്. കൺക്ലൂഷനിലും എഴുതണം. പിന്നെ ഡിസ്കഷനിലും ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ഇന്ന കാര്യങ്ങൾ നമ്മൾ നോക്കി ക്ലയന്റിന് ഇന്ന സമയം കൊണ്ട് ഇന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. ഡിസ്കഷനിൽ എല്ലാ കാര്യവും ഉൾപ്പെടുത്താം. അടിപൊളി അടിപൊളി, ക്ലിയർ ആയിട്ട്. ഓക്കെ. ഞാൻ എന്റെ ഒരു ചെറിയ ടീമിന് പകൽ ഏതെങ്കിലും സമയത്ത് പറഞ്ഞു കൊടുത്തിട്ട് ഒന്നും കൂടി ക്ലിയർ ആക്കും. ഓക്കെ, ശരി. എന്നാ ഞാൻ അതിന്റെ PPT ആണ് അയച്ചുതരാം. PPT അല്ല PDF. നാളെ നമുക്ക് ഒരു ഏർക്ക് വീണ്ടും ഇരുന്നൂടെ? നോക്കാം ഇൻഷാല്ലാ, പരമാവധി നോക്കാം. നിങ്ങൾക്ക് ഒരു നല്ല സമാധാനം ഇല്ലേ ചെയ്യുമ്പോ? ഉണ്ട്, ഹാപ്പിയാണ്. ഈ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എങ്ങനെയാലും ഇരിക്കുക. കാരണം നാളത്തെ ടെസ്റ്റ് കുറച്ച് വലിയ ടെസ്റ്റ് ആണ്. അതിന് കുറച്ചേരം ഇരിക്കേണ്ടി വരും. അത് ഹാഫ് ആക്കാം, പ്രശ്നമല്ല. നാളെ ഹാഫ്, മറ്റന്നാൾ ഹാഫ് ആക്കിയാൽ മതി കേട്ടാ. നമുക്കിത് PPT ഒക്കെ സെറ്റ് ആക്കണമെങ്കിൽ ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്ലാസ് എടുക്കണം.
തീർച്ചയായും നിങ്ങള് PPT ആകുമ്പോൾ കുറച്ചും കൂടി ഉപകാരം, നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലായും ചെയ്യും, ക്ലിയർ ആയും ചെയ്യും. അതെ ഇതിൽ എഴുതാനൊക്കെ പറ്റും, ഇപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, നമ്മള് ശരിക്ക് ക്ലാസ് റൂമിൽ ഇരിക്കണ പോലെ തോന്നും, ഒരു ഫീലിംഗ് ഉണ്ടാവും. കറക്റ്റ് അല്ലേ, നമുക്ക് മനസ്സിലായിട്ട് തന്നെ പോവാ, വെറുതെ എന്തെല്ലോ മനസ്സിലാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതെ ഇങ്ങനെ ഉറങ്ങി കേട്ടിട്ട് കാര്യമില്ല. അതെ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ ഈ ഫീൽഡിൽ തന്നെ ഉറച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമുക്ക് പരീക്ഷ ആയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല, കാര്യമില്ല എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ PPT ഒക്കെ കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്തത്, കാരണം നമുക്ക് ഇത് ആവശ്യമുണ്ട്. ഉപകാരപ്പെടും. അതെ എന്നാ പിന്നെ ഓക്കെ, ഇൻഷാ അല്ലാഹ് ഖൈർ. ഓക്കെ ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം. ഓക്കെ എന്നാ ഓക്കെ ശരി. പിന്നെ വസീമേ, ഒരു ചെറിയ ഡൗട്ട്. നമ്മളെ അന്നേ മറ്റേ ഫൈസൽ സാറേ ഇതിലേ നമ്മളെ ഈ വാല്യൂ പറഞ്ഞ സമയത്ത് 3 പറഞ്ഞതെന്ന് ഓർമ്മ ഉണ്ടോ? ബിലോ 4 ബിലോ 3 പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഓർമ്മയില്ല. ഇതിന്റെ മുന്നേ സാധനം ഇല്ല, ഉണ്ടായി നോക്കിയിട്ട് പറയാം. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടാവുണ്ടെങ്കിൽ പേപ്പറിൽ. നമ്മളെ റെക്കോർഡിലൊക്കെ 4 തന്നെയാണ്, 4, 7 ഒക്കെ തന്നെ. പക്ഷെ സാർ അന്ന് 3 അതിന്റെ ഇടയിൽ 3 പറഞ്ഞോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. പിന്നെ മൂപ്പര് പറഞ്ഞതുപോലെ അല്ലട്ടോ പ്രൊഫഷണലി വരുന്നത്, അത് വ്യത്യാസം. കൺഫ്യൂഷൻ ആക്കണ്ടാ പറഞ്ഞ ഓർമ്മയില്ല അന്ന്. അന്ന് പറഞ്ഞു വീണ്ടും നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാനുള്ള അവസരം കൊടുക്കുന്നു പറയുന്നു. പ്രൊഫഷണൽ അങ്ങനെ വരും. അങ്ങനെ വരുന്നുണ്ട് അല്ലേ? അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ എത്ര പ്രാവശ്യം ആവർത്തിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്? അതായത് ഒരിപ്പം 3ാമത്തെ അറ്റംപ്റ്റിൽ 3 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. 2ാമത്തെ തെറ്റിച്ചാല് 3ാമത്തെ കറക്റ്റ് ആക്കിയാല് അയാൾക്ക് ഓക്കെ ആണ്. അങ്ങനെ അങ്ങനെ ഉണ്ട് അല്ലേ? പക്ഷെ അത് നമ്മളെ ടെസ്റ്റിൽ അങ്ങനെ പറയണ്ടോ? ടെസ്റ്റിൽ അങ്ങനെ പറയുന്നുണ്ട്, ശരിക്കും അങ്ങനെ ഉണ്ട്. കാരണം ക്ലിനിക്കിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നത് അവരങ്ങനെയാണ്. മൂപ്പരാൾ ചിലപ്പോ ഈ ഇതില് ചിലപ്പം ഇങ്ങനെ എക്സ്പീരിയൻസ് കുറവുണ്ടോ ഫീൽഡിൽ അങ്ങനെ അധികം. മൂപ്പര് ഇൻഫോർമേഷൻ നല്ലോണ്ട്, മൂപ്പർക്ക് അപ്ലൈ ചെയ്ത് പരിചയമില്ല സംശയമുണ്ട്. സാറ് എഡ്യൂക്കേഷൻ സെക്ടറിലെ വർക്ക് ചെയ്യണം ഇപ്പൊ. അതെ ടീച്ചിങ്ങില് നല്ല പുലിയാണ്. അതും BEd ടീച്ചിങ്ങിലാണ് ഉള്ളത്. അപ്പം ഇങ്ങനെ നമുക്ക് ക്ലാസ് എടുത്തിട്ട് തരുന്നുണ്ടെന്നല്ലാതെ മറ്റേ പ്രാക്ടിക്കലി ഇല്ല മറ്റവരുടെ മാതിരി ഉണ്ടല്ലോ, അതിൽ കൊള്ളുന്നില്ല. പക്ഷെ നമ്മള് എന്താ വൈവക്ക് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മള് പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും ആവർത്തിക്കാനുള്ള അവസരം ഉണ്ടാവൂല. മൂപ്പരായതുകൊണ്ട് അതാ ഞാൻ നേരത്തെ മറ്റേ കുഞ്ഞിക്ക പോണതിന് മുന്നേ പറയാ, മൂപ്പർക്ക് ആ കൺഫ്യൂഷൻ ആവും ഈ കാര്യം. അതെ എനിക്ക് ഓർമ്മയുണ്ട് സംഭവം എങ്ങനെയാണെന്നുള്ളത്. അന്ന് ക്ലാസ് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, സാറ് പറഞ്ഞ സമയത്ത് ഈ പറഞ്ഞ ഓർമ്മയുണ്ട്. പിന്നെ ഞാനും അതാ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് കരുതിയിട്ടാ പറയാതിരുന്നത്, വെറുതെ പ്രശ്നം ഉണ്ടാക്കും. ഇത് എക്സാമിന് മാത്രം ഇതാക്കി വെച്ചാൽ മതി, കഴിഞ്ഞാലും മറ്റേ പോലെ വരിക. അതെ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴേ അതെ നമുക്ക് ഗ്രൂപ്പില് വേണേ പറയണം. ഇപ്പൊ പറയണ്ട, എക്സാം കഴിഞ്ഞു മൂപ്പര് ആ കൺഫ്യൂഷൻ ആവും. അതെ കഴിഞ്ഞ പറയാനല്ലേ. അതാ നല്ലേ. എന്നാ ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ശരി.